പുത്രനോടുള്ള ആദരവ്. രാജകുമാരന്മാർ എല്ലാ സംസ്കാരങ്ങളിലും ഏറെ ആദരിക്കപ്പെടുന്നവരാണ്. കാരണം ഭരണത്തിലിരിക്കുന്ന രാജാവിൻ്റെ പുത്രന്മാരാണവർ. അവരെ പ്രീതിപ്പെടുത്തുക എന്നാൽ രാജാവിനെ പ്രീതിപ്പെടുത്തുക എന്നു തന്നെ. വരാനിരിക്കുന്ന ഭരണത്തിലും അതുതന്നെയാകും വാഴ്ത്തപ്പെടുക എന്നും അവർ അറിയുന്നു. ഇന്നത്തെ തിരുവചനത്തിലൂടെ ദൈവാരാധനയുടെ പൊരുളിലേക്കാണ് ക്രിസ്തു എന്ന രാജകുമാരൻ വിരൽ ചൂണ്ടുന്നത്. പിതാവും പുത്രനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ ഓർമ്മ പുതുക്കലാണത്. പിതാവിൻ്റെ വേലകൾ മാത്രം ചെയ്യുന്നൊരു പുത്രൻ. മാനുഷികമായ ഏറ്റക്കുറച്ചിലുകളൊന്നും അവിടെ ഉണ്ടാകുന്നില്ല. കാരണം അവൻ ദൈവപുത്രനാണ്. താൻ ചെയ്യുന്നതിൻ്റെയും പറയുന്നതിൻ്റെയും പൊരുളിലേക്കാണ് അവൻ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നീ എന്ത് അധികാരത്താലാണ് ഇവയൊക്കെ ചെയ്യുന്നത് എന്ന ഫരിസേയരുടെ ചോദ്യത്തിനുള്ള മറുപടിയും ഇവിടെ ലഭിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ 3 സവിശേഷതകളും ഇവിടെ കാണാവുന്നതാണ്. അവ എളിമ, അനുസരണം, വിധേയത്വം എന്നിവയാണ്. 4 വചനങ്ങളിലൂടെ പിതാവും താനുമായുള്ള ബന്ധത്തിൻ്റെ ആഴം അവിടുന്ന് വെളിപ്പെടുത്തുന്നു. ഒന്നാമതായി പ്രവൃത്തിയിലുള്ള ഐക്യമാണ്. താൻ ചെയ്യുന്നതെല്ലാം അനുവർത്തിക്കുവാനുള്ള ഐക്യം. രണ്ടാമതായി സ്നേഹത്തിലുള്ള ഐക്യം. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി സൃഷ്ടിയിലുള്ള ഐക്യമാണ്. ജീവനേകുന്നതാണത്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. പുത്രൻ താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവനേകുന്നു എന്നതാണ്. സ്വന്തഹിതമാണത്. പിതാവ് അതിൽ ഇടപെടുന്നില്ല എന്നു തന്നെ. നാലാമതായി വിധിയിലുള്ള ഐക്യമാണ്. വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. കാരണം സകലരും പുത്രനെ ആദരിക്കണം എന്ന പിതാവിൻ്റെ ആഗ്രഹം തന്നെ. സീമസ് ഹീനിയുടെ പ്രശസ്തമായ കവിതയാണ് ദി ഫോളോവർ. കർഷകനായ പിതാവിൻ്റെ അംഗചലനങ്ങൾ പോലും നിരീക്ഷിച്ചു പഠിക്കുന്നൊരു പുത്രനാണ് കവിതയിലെ താരം. പിതാക്കന്മാർ മക്കളുടെ ആരാധനാപാത്രങ്ങളാണ്. അവരിലെ കുഞ്ഞ് ഉണർന്നിരിക്കുവോളവും നിർമ്മലവും നിഷ്കളങ്കവുമായ ഹൃദയത്തോടെ പിതാവിനെ തിരയുന്നവരാകുവാൻ നോമ്പുകാലം തുണയാകട്ടെ. ദൈവാരാധനയുടെ പൊരുളറിയുവാനുള്ള കാലമായി 40 ദിനങ്ങൾ മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമേൻ. തവ ജീവദായക നിമിഷം, തവ ശാന്തിദായക നിമിഷം, തവ ജീവദായക നിമിഷം, തവ ശാന്തിദായക നിമിഷം, തവ ജീവദായക നിമിഷം, തവ ശാന്തിദായക നിമിഷം. കരുണാസാഗരമീ സവിധം, കരുണാമയമീ നിമിഷം. തവ മുക്തിദായക നിമിഷം, തവ മോക്ഷദായക നിമിഷം, തവ മുക്തിദായക നിമിഷം, തവ മോക്ഷദായക നിമിഷം, തവ മുക്തിദായക നിമിഷം,
तव मोक्षदायक निमिषम् तव मुक्तिदायक निमिषं तव मोक्षदायक निमिषम् करुणासागरवी सविधं करुणाय मे निमिषम्